ഭക്ഷണത്തിലെ നാരിന്റെ അഭാവമാണ്. നാര് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിനെ ഫൈബർ എന്ന് വിളിക്കും. ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയ ഡോക്ടർ രാജീവ് ജയദേവനാണ്. എന്റെ മകള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ ശരിക്കും എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വെള്ളമൊക്കെ ധാരാളം കുടിക്കാറൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആദ്യത്തെ ദിവസം വയറ്റിന്ന് പോവില്ല, പിറ്റേ ദിവസവും പോവില്ല. ചില ദിവസം 2-3 ദിവസമൊക്കെ ചില ദിവസം നിൽക്കും. ആ സമയം കൊണ്ട് ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞു, വയറ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗ്യാസ് നിറഞ്ഞു നിൽക്കുവാണ്. അത് ഈ വയറ്റിൽ നിന്ന് ഇങ്ങനെ ശരിക്ക് പോകാനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം ശരിക്കും കഴിക്കും. സാധാരണ ഒരു വിശപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ലല്ലോ. ഇത് കഴിക്കുന്നുമുണ്ട്, എന്നാൽ വയറ്റിൽ നിന്ന് ശരിക്ക് പോകില്ല. അതിനൊപ്പം തന്നെ ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? മകൾക്ക് എത്ര വയസ്സുണ്ട്? മകൾക്ക് 25 വയസ്സുണ്ട്. മകൾക്ക് 25 വയസ്സുണ്ട് അല്ലേ? അതെ അതെ. അപ്പോ ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭക്ഷണത്തിലെ നാരിന്റെ അഭാവമാണ്. നാര് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിനെ ഫൈബർ എന്ന് വിളിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ പലപ്പോഴും പ്രോട്ടീൻ ഉണ്ടാകും, അന്നജം ഉണ്ടാകും, ഫാറ്റ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ പല വൈറ്റമിൻസും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഭക്ഷണം. പക്ഷെ അതോടൊപ്പം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ആഗിരണം ചെയ്യാത്ത ഒരു പദാർത്ഥമുണ്ട്. അതിന്റെ പേരാണ് ഫൈബർ എന്ന് പറയും. ഓക്കെ, അത് നാരെന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ നാരിന്റെ അളവ് കുറയുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ പ്രശ്നമുണ്ടാകുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വ്യായാമക്കുറവാണ്. ഇപ്പോൾ നമ്മൾ ആധുനികമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ട് ഞാനടക്കം പലരും ഇരുന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഞാൻ പതിവ് പോലെ 3 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്റെ വ്യായാമത്തിന്റെ കോട്ട കംപ്ലീറ്റ് ആണ്. അതുപോലെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ, നമുക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അല്പം കൂടി പ്രായം ചെന്നവരിലാണെങ്കിൽ ചില മരുന്നുകൾ, BP-ക്കുള്ള ചില മരുന്നുകൾ കഴിക്കുന്നവരിൽ ഇങ്ങനെ കണ്ടുവരാറുണ്ട്. അല്പം കൂടെ പ്രായം ചെന്നവരിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. അപ്പൊ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. പക്ഷേ മകൾ ചെറുപ്പമാണ്. ഈ 2 പ്രശ്നങ്ങളാകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നാരടങ്ങിയ ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തുക. നാര് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു പദാർത്ഥം നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നത് പേരയ്ക്കയാണ്. നമ്മുടെ സാധാരണ പേരയ്ക്ക അധികം പഴുക്കാത്തത് കഴിച്ചു കഴിഞ്ഞാൽ 2-3 പേരയ്ക്ക കഴിക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ള ഫൈബർ അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റ് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ആക്കാതെ ഹോൾ ഓറഞ്ചായിട്ട് കഴിക്കുക. വാഴപ്പഴം, നമ്മുടെ ചെറുപഴം, ഇതൊക്കെ ഫൈബറിന്റെ നല്ല സോഴ്സാണ്. പച്ചക്കറികളിൽ ബീൻസ്, പയർ, അച്ചിങ്ങ ആ ഗണത്തിൽപ്പെട്ട പച്ചക്കറികളിലാണ് ഏറ്റവും അധികം നാര് അടങ്ങിയിട്ടുള്ളത്.